നമ്മുടെ ദാനുവിന് ചക്കിപ്പൂച്ചയെ കിട്ടി. 500 വർഷം പഴക്കമുള്ള 1749 കോട്ടയുടെ എനിക്ക് നമ്മൾ നേരത്തെ കാണിച്ച കോട്ടയുടെ എനിക്ക് അത്രയുള്ള നല്ല ഡിസ്റ്റൻസ് ഉണ്ട് അവിടെ നിന്ന്. വലിയ നദിയാണ് കേട്ടോ. നമ്മളങ്ങനെ ബാംഗ്ലൂർ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിൽക്കുവാണ്. ഒന്നും അറ്റം ഇങ്ങനെ അറ്റം വരെ പാർക്കിംഗ് ആണ്. അതേപോലെ അങ്ങോട്ടും നിരത്തി പാർക്കിംഗ്. ഇതാണ് കേട്ടോ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. ഇല്ലാത്ത കടകളെല്ലാം ഞങ്ങൾ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ മാക്സ് അവിടെ, ഫ്രണ്ട്സ് അപ്പുറത്തുണ്ട്. ദാനു ഇതെല്ലാം കണ്ട അന്തം വിട്ടിരിക്കുന്നു. നമ്മളിത് എവിടെ ഉറങ്ങി എഴുന്നേറ്റ് പോയിട്ട് എവിടെ നീച്ചുണ്ട്. ഇമ്മു കണ്ടാക്കാം. ഇമ്മുവിൻ്റെ കാണിച്ചു കൊടുത്ത ഫോണ് കാണിച്ചു കൊടുത്ത പുതിയ ഫോണ് ഇമ്മുവിൻ്റെ ഫോണാണ് കേട്ടോ. നമ്മൾ മൈസൂരിൽ നിന്ന് മേടിച്ച ഫോൺ. ഒരു മഹത് വ്യക്തിത്വം വരുന്നുണ്ട് ജോയൽ. നമ്മളിവിടെ നമുക്കൊരു ഫ്രണ്ട് ഉണ്ട്, ജോയൽ എന്നാണ് പേര്. പുള്ളി നമ്മൾ വിളിച്ചിട്ടുണ്ട്, ഇപ്പോൾ വരും. അവന്റെ ചെലവാണല്ലേ? അവന്റെ ചെലവാണല്ല. അപ്പൊ ഇവിടെ വന്നുകൊണ്ട് അവനെ വിളിച്ചതാണ്. നമ്മളെ കൂടി ചിലവഴിപ്പിക്കാം. ഈ ഇരിക്കുന്ന വ്യക്തിയാണ് ജോയൽ കേട്ടോ. ഇന്ന് നമ്മൾ പുള്ളിക്കാരുടെ ചെലവാണ് ഫുള്ള്. നമ്മളന്ന് അവനെ തേച്ച് ഒട്ടിക്കാൻ പോകുന്ന ജ്യൂസ് ഐറ്റംസ് വന്നിട്ടുണ്ട്. എന്തോ ഒരു അപകടം പറ്റി, എന്തോ ഒരു അപകടം പറ്റി ഫോൺ എടുത്താണ്. നമ്മുടെ ദാനുവിന് ചക്കിപ്പൂച്ചയെ കിട്ടി. അവർക്കെല്ലാം ഒരു തവണ ഇഷ്ടപ്പെടുള്ളൂ. നമ്മളിപ്പോ ബംഗളൂരിൽ നിന്ന് ഹൈദരാബാദിലോട്ട് പോണ വഴിക്ക് നമ്മള് ദേവനഹല്ലിയിൽ എത്തിയിട്ട് നമ്മുടെ ടിപ്പു സുൽത്താന്റെ ബർത്ത് പ്ലേസ് ആണ്. അപ്പൊ അവിടുത്തെ ദേവനഹല്ലി എക്സൈറ്റഡ് ആണ്. നമ്മൾ കാണുമെന്ന് വിചാരിച്ചത് ഈ കാണുന്നതാണ് ഫോട്ടോ കേട്ടോ. സൂം ചെയ്ത് ഫോട്ടോ മുന്നേ നോക്ക് കണ്ടോ. ഇതാണ് നമ്മുടെ ഫോർട്ട്. സൂപ്പർ അല്ലേ? എവിടെ ഇതാണ് നമ്മുടെ ഫോർട്ട് വരുന്നത്. ഇത് ടൂറിസ്റ്റ് പ്ലേസ് അല്ലെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ അകത്തേക്ക് കയറാല്ലേ, കയറാത്ത കയറാം. ടൂറിസ്റ്റ് പ്ലേസ് അല്ല. ഇതാണ് നമ്മുടെ ഫോർട്ട്, ദേവനഹല്ലി ഫോർട്ട്. ദേവനഹല്ലി ഫോർട്ട്. വോയിസ് ഒക്കെ കിട്ടുന്നുണ്ടോന്നോ അറിയാൻ വയ്യ. നമ്മുടെ ശേഷി ഇതിനകത്ത് തുരങ്കമൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് തിരിക്കല്ലേ? ഇല്ല ഇല്ല, വലോട്ടില്ല. അതാ ഫോർട്ടിന്റെ ശേഷിപ്പുകളൊക്കെയാണ് ഉള്ളത്. Your destination is on the left. ഇതൊക്കെ നമ്മുടെ ശേഷിപ്പുകളാണ് കേട്ടോ. കോട്ടയുടെ ബാലൻസുകളാണ്. ഫുള്ള് ഇടിഞ്ഞു പൊളിഞ്ഞ് ഒരു പരുവായിട്ടൊക്കെ കിടക്കുകയാണ്. ഒരു പ്രധാന ക്ഷേത്രം എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ടിപ്പു സുൽത്താൻ ഇവിടെയാണ് ജനിച്ചതല്ലേ. ഇതാണ് നമ്മുടെ എൻട്രൻസ്. ആ സ്റ്റെപ്പ് കിടക്കണം. കാണാനാണ് നമ്മള് വാരം പോയത്. ഇറങ്ങിയ ഒരു കുഴപ്പമുണ്ട്, മുട്ട വെയിലാണ്. അല്ല ഇവിടെ ഇറങ്ങി നല്ല വിഷ്വലൊക്കെ. ഇതെല്ലാം ശേഷിപ്പുകളാണ് സംഭവം. കയറായിരുന്നു, പക്ഷെ ഭയങ്കരമായ വെയിലാണ്. നമ്മളൊരു ഉച്ച സമയമൊക്കെ ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. ഇതാണ് പിന്നെ നമ്മൾ കയറണ്ട എന്ന് വിചാരിക്കുന്നു. കയറാനെങ്കിൽ നല്ല വിഷ്വൽസ് കിട്ടിയേനെ, നല്ല രസമായിരുന്നു കാണാൻ. ये 500 साल पुराने किले हैदर अली और उनका पुत्र टीपू सुल्तान के संबंध में प्रसिद्ध है. 500 साल 500 വർഷം പഴക്കമുള്ള 1749 നിർമ്മിച്ച സംഭവം. ദേവനഹല്ലി നന്ദി ക്ഷേത്ര ദൗര
അധികം കാലം നിർത്താൻ നമുക്കാണ് ഇപ്പൊ കൃത്യസമയത്ത് ചെയ്തില്ലെങ്കിൽ തട്ടിക്കളയെന്ന് പറയും. പിന്നെ അവൻ പറന്നു അത് ഒരാളല്ല, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഒന്നും ചെയ്യണം. അതിർത്തി കെട്ടി തന്നെ എന്നിട്ട് അതിർത്തിയുടെ മണ്ട നിക്കാനാണ് ആ റൗണ്ട് കെട്ടി വെച്ചിരിക്കുന്നത്. പ്രജകൾക്ക് അല്ല യുദ്ധം ഇതിന്റെ മുകളിൽ കയറി നമ്മള് മറ്റേ സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ, അമ്പെയ്യണതും ഒളിച്ചിരുന്ന് ഇതിന്റെ അടിയിൽ ഒളിച്ചിരുന്നിട്ട് അമ്പെയ്യും. ഇവിടെയൊക്കെ ഷൂട്ടിംഗ് നടക്കാറുണ്ടായിരിക്കും അല്ലേ? ഇത് കൊറേ ഉണ്ട് കേട്ടോ, അനന്തമായിട്ട് കിടക്കുവാണ്. ഇതിനെക്കാട്ടി കിടുവാണ് മറ്റേ നമ്മുടെ ഞാൻ പറഞ്ഞ മറ്റേ ഉയരെ പാട്ടെടുത്തില്ലേ, ബേക്കൽ കോട്ട. ചുരം കയറുന്നത് പോലെ അല്ല ചുരമല്ലല്ലോ മറ്റേ എന്താണ് എയർപിൻ കയറുന്നത് പോലെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചില്ല കേട്ടോ ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലമായിരിക്കും എന്ന്. വരാതിരുന്നെങ്കിൽ മിസ്സായി പോയേനെ. എന്തായാലും നമ്മൾ മുകളിൽ നന്ദി ഹിൽസിൽ ചെന്നിട്ട് നിങ്ങൾക്ക് അവിടുത്തെ വ്യൂസ് ഒക്കെ കാണിച്ചു തരാവേ. ഹിൽസിന്റെ മുകളിൽ നിൽക്കുകയാണ്. ഇവിടെ ഇത്ര സാധനം കാണാൻ ഉണ്ടായിരുന്നത് നമുക്ക് അറിഞ്ഞുകൂടിയായിരുന്നു. 20 വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ കാണാനായിട്ട്. മേളിൽ കേറാനുണ്ട് ഒരുപാട്. കേറാൻ പറ്റുമെന്നുള്ളത് ടിപ്പു സുൽത്താന്റെ ഒരു സാമ്രാജ്യമാണ് കേട്ടോ. അദ്ദേഹം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതെല്ലാം കോട്ടയുടെ എൻഡ് വരെ കൊണ്ട് ഇവിടെ മുട്ടിച്ചിട്ടുണ്ട്. അതായത് കോട്ടയുടെ എൻഡ് നമ്മൾ നേരത്തെ കാണിച്ച കോട്ടയുടെ എൻഡ് ഇങ്ങ് അറ്റം വരെ ഉണ്ട്. നല്ല ഡിസ്റ്റൻസ് ഉണ്ട് അവിടെ നിന്ന്. ടിപ്പു ഡ്രോപ്സും എന്തൊക്കെയാണ്, ടിപ്പു സുൽത്താൻ ലോഡ്ജ്. അതായത് പുള്ളി സമ്മർ സമയത്ത് ഇവിടെയാണ് താമസിച്ചിരുന്നത്. ഇതിന്റെ മുകളിലാണ് താമസിച്ചിരുന്നത്. അതായത് റിട്രീറ്റ്, സമ്മർ റിട്രീറ്റ് ആയിട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാം ഉണ്ട് കേട്ടോ. നമ്മളെല്ലാം കാണിച്ചു തരാവേ. അങ്ങ് എത്തുമെങ്കിൽ ഉച്ചയായി പോയി, സമയം തെറ്റിപ്പോയി. നമ്മളിവിടെ വിചാരിച്ചതല്ല വരണം എന്നുള്ളത്. നമ്മൾ പെട്ടെന്ന് നമ്മൾ കണ്ടപ്പോൾ ഒന്ന് പോയി നോക്കാം, ജസ്റ്റ് സൺറൈസ് കാണുമെന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഉച്ചയായി. ഇത്രയും സ്ഥലങ്ങളുണ്ട്, പക്ഷെ തണുപ്പുണ്ട് കേട്ടോ നമുക്ക്. പക്ഷെ വെയിലുണ്ട്, തണുപ്പുണ്ട്. നമ്മളെ പൊൻമുടിയിലൊക്കെ നമ്മൾ പോകുന്ന പോലെ. അപ്പൊ നമുക്ക് കാണാം, എല്ലാം കാണിച്ചു തരാവേ. നമ്മുടെ നന്ദി ഹിൽസിന്റെ എൻട്രൻസ് കേട്ടോ. പ്രൊട്ടക്ഷൻ മോണുമെന്റാണ്, അവിടെ കയറാൻ പറ്റില്ല. അമൃത സരോവർ മറ്റ് സ്ഥലമാണ് ഇവിടെ. നല്ല മീനുണ്ട് കേട്ടോ ഇതിനകത്ത്. നല്ല ടയർഡാവും, അതുകൊണ്ട് നമ്മളെ ബസ്സിക്കാം. ബസ്സിക്കാനപ്പോൾ 1.5 കിലോമീറ്റർ മേളിലാണ് ഈ ബസ് പോകുന്നത്. ഒരു വ്യൂ പോയിന്റ് ആണ്. സംഗതി ഫുള്ള് കണ്ട് ഇതേപോലെ സെറ്റ് ചെയ്തേക്കുന്നത്. ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഫസ്റ്റ് വെർഷനാണത്. വ്യൂ ഇവിടുത്തെ വ്യൂ ആണ് ഭീകരം. കിടിലം വ്യൂ ആണ് കേട്ടാ. നോക്ക് നോക്ക് താഴെ നോക്ക്, വെള്ളോട് നോക്ക്. ഹെറിറ്റേജ് ബിൽഡിംഗ് ആണ്, പക്ഷേ ഇത് കുറേ ഡാമേജ്ഡ് ആയിപ്പോയി. അപ്പോൾ ഇതിൻ്റെ മണ്ടെന്ന് പറയുമ്പോൾ ഫുള്ള് കല്ല് പോലെ, അതായത് പാറക്കല്ല്, പാറ കൊണ്ടാണ് ഉണ്ടാക്കിയത്. പാറ കൊണ്ടല്ല, മണ്ണുകൊണ്ട് പാറ പോലെയാണ് ഇരിക്കുന്നത് സംഭവം. അത് ഫുള്ള് ഇല്ലാതായിപ്പോയി. കുറേ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ, ക്ലൈമ്പിംഗ് ഓൺ ദി സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ്. അകത്തേ കണ്ട നശിച്ച് കിടക്കണം കേട്ടോ. പക്ഷെ നമ്മളെ നാട്ടിലൊക്കെ കുറേയൊക്കെ ഇതേപോലെ പ്രിസർവ് ചെയ്യും അല്ലേ? നമ്മളവിടെയും പ്രിസർവ് ചെയ്യാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇത് ടെമ്പിളുണ്ട്, അപ്പുറത്തുണ്ട്. ഇതാണ് യോഗ നന്ദേശ്വര സ്വാമി ടെമ്പിൾ.
അങ്ങോട്ടേക്ക് പോവാണ്. നല്ല കുത്തനെയുള്ള ഇറക്കമാണ് കേട്ടോ. കുറച്ചേ ഉള്ളൂ, 300 മീറ്ററേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതാ കണ്ടോ, നല്ല കുത്തനെയുള്ള ഇറക്കമാണ്. അപ്പോൾ പോയി നോക്കാം എന്തൊക്കെയാണോ ഉള്ളതെന്ന് അറിയാലോ. കിട്ടില്ലം വ്യൂ ആണ് അല്ലേ ഇമോ? ഇവൻ ഇഷ്ടപ്പെട്ടോ ഇവ? ഇവൻ ഇഷ്ടപ്പെട്ടു. സൂപ്പർ അല്ലേ? ആ സൂപ്പർ. അതാ കണ്ടോ, കിടിലം വ്യൂ ആണ് കേട്ടോ. അൺബിലീവബിൾ, അൺസഹിക്കബിൾ. ഇതിന്റെ മീതെ കൂടെ പറക്കാൻ തോന്നുന്നുണ്ട്. നല്ല അടിപൊളി. നമ്മളൊക്കെ ഒരു കോലമായി, ഏതായാലും കുഴപ്പമില്ല. ഇവിടെ എന്തോ ഉണ്ട്, നമുക്കൊന്ന് കയറി നോക്കാം. അധികം തിരക്കൊന്നുമില്ല കേട്ടോ. ഈ സ്റ്റെയർ ഇറങ്ങാൻ മടിച്ചിട്ട് ആരും അങ്ങനെ ഇറങ്ങുന്നില്ല. എന്തായാലും നമ്മൾ പോയി നോക്കുവാണ് എന്താണ് ഇവിടെ ഉള്ളതെന്ന്. ടെമ്പിൾ, അതൊരു അമ്പലമാണ് കേട്ടോ. അവർ കയറി അവിടെ ഇപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇവിടെ ഒന്നും ആരും വരക്കുമില്ല എന്ന് തോന്നുന്നു. ഇവിടെ ഒന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും വരാറില്ല, നമ്മൾ മാത്രമാണ് വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ദൂരം നല്ല കോറിയാണ്. ഇതാണ് കേട്ടോ വലിയ നന്ദി. അവിടെ 2 കമിതാക്കൾ, നമ്മൾ അവരെ ശല്യം ചെയ്തു. വലിയ നന്ദിയാണ് കേട്ടോ. ബ്രഹ്മാശ്രമം എന്തായിരിക്കും സംഭവം? ഇതാണ് ബ്രഹ്മാശ്രമം. വായിച്ചു നോക്കാം നമുക്ക് എന്താണ് സംഭവം. This is the Brahmashrama. This is the naturally formed cave below a huge rock. This place is very calm and peaceful. Many sects use this place for meditation. Entry illa. ബ്രഹ്മാശ്രമം. ഇതൊക്കെ ഹിഡൻ ഡോസുകളാണ് കേട്ടോ. അതായത് പണ്ടത്തെ മുനിമാര് ഇതിനിരുന്നല്ലേ, മെഡിറ്റേഷൻ, മുനിമാര് മെഡിറ്റേഷൻ നടത്തിയിരുന്ന സംഭവമാണ്. പക്ഷെ അതിനകത്തൊക്കെ കയറാൻ പറ്റിയിരുന്നെങ്കിൽ കയറാൻ പറ്റും എന്ന് തോന്നുന്നു. പക്ഷേ വേണ്ട, ഒരു പേടി പോലെ തോന്നുന്നു. ഇതാണ് അങ്ങോട്ടേക്കുള്ള വേ. അപ്പം നമുക്ക് കയറി പോലെ ഒരു പേടി പോലെ തോന്നുന്നു. നമ്മൾ വിചാരിച്ച് കയറണ്ടെന്ന്. അല്ല, പാമ്പെങ്ങാനുണ്ടെങ്കിലും. ഒടുവിൽ വന്ന് എത്തിച്ചേർന്നിരിക്കുന്നു. ഇതാണ് കേട്ടോ റിവർ പാലാറിന്റെ സോഴ്സ്. ഇവിടെ നിന്നാണ് റിവർ പാലാറ് ഉണ്ടാവുന്നതെന്നാണ് പറയണത്. നമുക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റും. അതുവഴി ഇറങ്ങാം, നമുക്ക് അതുവഴി ഇറങ്ങാം. വെള്ളമുണ്ട് കേട്ടോ, വെള്ളമുണ്ട്. ശിവലിംഗമാണ് അതിനകത്ത്. ഇതാണ് നമ്മുടെ വ്യൂ. സ്റ്റെയർ ഉണ്ട് കേട്ടോ. നമുക്ക് താഴെ ഇറങ്ങി ചെന്ന് അവിടെ ചെന്ന് തൊഴണം എന്നുള്ളവർക്ക് ഇവിടെ നിന്ന് നമുക്കിതാ വ്യൂ പോയിന്റും ഉണ്ട്. ഹോൾ സിറ്റി നമുക്ക് കാണാൻ പറ്റും. വിശാലമായി കിടപ്പുണ്ട്. കോട്ടയാണ്, കോട്ടയുടെ മതിലാണ് ഈ കാണുന്നത്. കണ്ടോ? അങ്ങനെ ഞങ്ങള് ഇങ്ങെത്തി. ഇനി അങ്ങോട്ട് ഒരുപാട് കിടക്കുന്നുണ്ട്. അപ്പൊ അല്ലേ, എനിക്ക് തോന്നുന്നു നമ്മൾ നടന്നു കഴിഞ്ഞാൽ താഴെ എത്തും തോന്നുന്നു. നമ്മൾ ബസ്സിലാണ് താഴെ നിന്ന് മുകളിൽ വന്നത്. നമുക്കിനി അങ്ങോട്ട് ഒറ്റയ്ക്ക് പോകാൻ വയ്യ. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് നമുക്ക് തിരിച്ചു കയറാന്ന്. നമ്മളങ്ങനെ തിരിച്ചു പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സെറ്റായിരുന്നു, വന്നില്ലായിരുന്നെങ്കിൽ മിസ്സായേനെ. അവര് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി, താഴെ പോയി. നല്ല ഇറക്കമാണ്. അപ്പം അതിന് കയറ്റം ഉണ്ട്. അപ്പം ഞാൻ ഡ്രൈവ് ചെയ്യണോണ്ട് എനിക്ക് കാല് നല്ല ഒരു ചെറിയ വേദന ഉണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് പിന്നെ കയറ്റം കയറാൻ വേണ്ടി നിന്നില്ല. പോയതിൻ്റെ വിഷ്വൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്, എല്ലാം കാണിക്കും. ഞാനും അനന്തും ഇവിടെ ഇരുന്ന്. പിന്നെ നമ്മള് കുഞ്ഞിപ്പെണ്ണോട് എൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ച് കരഞ്ഞ് എന്നിട്ട് കിടന്ന് ഉറങ്ങി. എന്നിട്ട് നമ്മളിപ്പോൾ നന്ദി ഹിൽസിൽ നിന്ന് നേരെ ഹൈദരാബാദിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ. നന്ദി ഹിൽസ് നമ്മൾ മിസ്സായി പോയതിനെ നമ്മൾ വിചാരിച്ച വലിയ സംഭവം ഒന്നും കാണൂല വിചാരിച്ചു. പക്ഷെ കൊള്ളാം, നല്ല ഒരു വൈബുള്ള സ്ഥലമാണ്. 20ഓളം വന്ന് സ്റ്റേ ചെയ്ത്. ഇവിടെ നെഹ്റു കോട്ടേജും ഗാന്ധി കോട്ടേജൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വന്ന് സ്റ്റേ ചെയ്ത് കാണുന്നതാണ്. ഒരു ദിവസം കാണാൻ ഒന്നുമല്ല, 2 ദിവസം കാണാനുള്ള സ്ഥലമുണ്ട്. നടന്ന് കാണാം കേട്ടോ. ഏകദേശം 2 കിലോമീറ്ററോളം ഉണ്ട്. നമുക്ക് അത്ര നടക്കാൻ വയ്യ. നമുക്ക് പോകണം. ഇനിയുള്ള യാത്രകളെല്ലാം ഒരുപാട് യാത്രയുണ്ട്. അപ്പം നമ്മൾ കാലൊക്കെ വയ്യാതായി കഴിഞ്ഞാൽ ഡ്രൈവ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ച് ഇനി ഹൈദരാബാദിലായിരുന്നു. പിന്നെ താഴെ വരെ ബസ്സുണ്ട്. അപ്പോൾ ഈ ബസ്സിൽ അങ്ങ് താഴെ ഇറങ്ങാം. നമുക്ക് കാർ എടുത്ത് ഇവിടുന്ന് പോവാം. ഹായ്. അപ്പോൾ ഞങ്ങൾ നന്ദി ഹിൽസിലൊക്കെ പോയിട്ട് തിരിച്ചല്ല, ഞങ്ങൾ അടുത്ത ഹൈദരാബാദിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നന്ദി ഹിൽസ് ഞങ്ങളുടെ പ്ലാനിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമല്ല. അതായത് നമ്മൾ വരുന്ന വഴിക്ക് ഇത്തിരി ഒരു 15 to 19 കിലോമീറ്റേഴ്സ് ഉള്ളിലോട്ട് പോകണമായിരുന്നു. നമ്മൾ വിചാരിച്ചില്ല പോകുമെന്ന്. പക്ഷേ നമ്മൾ ഹൈദരാബാദിലോട്ട് പോകാൻ ഇറങ്ങിയ സമയം ഡിലേ ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷെ അവിടെ പോയപ്പോഴത്തേക്കും ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. എല്ലാം നമ്മൾ കാണിച്ചു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം നമ്മൾ നേരെ ഹൈദരാബാദിലോട്ട് വെച്ച് പിടിക്കുകയാണ്. ഇന്ന് നമ്മൾ ഏകദേശം രാത്രി 1:30 മണിയൊക്കെ ആവും കേട്ടോ. അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് റൂമൊക്കെ ബുക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് കിടന്നുറങ്ങി നാളെ രാവിലെ തന്നെ നമ്മൾ അടുത്ത്
ഇവിടെ കറങ്ങും. എത്ര ദിവസം പറഞ്ഞാൽ നമ്മളൊരു 10 days ഒക്കെ ഫിക്സ് ചെയ്തിട്ടാണ് പോയത്. പക്ഷെ അതിനകത്ത് നിൽക്കുന്നത് തോന്നില്ല. കാരണം നമ്മുടെ പ്ലാനിങ് പോലെയൊന്നും അല്ല പോകുന്ന. അപ്പോഴെപ്പോഴും പ്ലാൻ ചെയ്യുന്നു, അപ്പോഴെപ്പോഴും പോകുന്നു. പക്ഷെ വിചാരിക്കാത്ത കുറേ സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു സന്തോഷം. പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലേക്ക് നമുക്ക് കാണുന്നത്. നമ്മൾ രണ്ടുപേരും കൂടെ ഇന്നൊരു അഡ്വഞ്ചർ പോയി സ്ഥലം പേടിച്ചിട്ടൊക്കെ തിരിച്ചൊക്കെ കയറി വന്ന് ആരും ഇല്ലാണ്ടായപ്പോൾ നമ്മളോടൊരു 10 മിനിറ്റ് അവരുണ്ടൊരു വന്നില്ലായിരുന്നു, അവർക്ക് നടക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നന്ദി ഹിൽസ് നമ്മൾ കയറിയതായിരിക്കും മിസ്സായി പോയല്ലേ. ശരിക്കും മിസ്സായി. നല്ല വ്യൂ ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ മിസ്സായ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ബാംഗ്ലൂർ. നമുക്ക് ബാംഗ്ലൂർ പാലസിൽ പോകാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ ഫുഡ് കഴിക്കാൻ കയറിയപ്പോഴേ തന്നെ ബേക്കിൽ കുറേ മറ്റേ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കുറേ ബാലൻസുകളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാം ഒന്നും കാണാൻ പറ്റിയില്ല. നമ്മൾ ആ ഒരു ഫോർട്ട് കണ്ടു, ദേവനഹള്ളി ഫോർട്ട് കണ്ടു. പിന്നെ നമ്മുടെ നന്ദി ഹിൽസിൽ പോയി അവിടെ കുറച്ച് കണ്ടു. ഇത്രയും കണ്ടുള്ളൂ. ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കൂടെ കാണാം.